ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനെത്തിയ നഗരസഭ അധികൃതർക്കു മുമ്പിൽ പ്രതിഷേധിച്ച് യുവാക്കൾ. ലോകകപ്പിന്റെ ഭാഗമായി അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ടീമുകളുടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് നീക്കം ചെയ്യാനെത്തിയ ഷൊർണൂർ നഗരസഭാ ജീവനക്കാർക്ക് മുൻപിലായിരുന്നു പ്രതിഷേധം. ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വന്ന പരാതിയെ തുടർന്നാണ് ബോർഡുകൾ നീക്കം ചെയ്തതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച എല്ലാ ബോർഡുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. 24 മണിക്കൂറിനകം പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്യണം. ഞങ്ങളിവിടെ പാലത്തിന് നമ്മുടെ ഫുട്ബോളിന്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ടാണ് ഇവർ ഞങ്ങളോട് ഇരിക്കുമ്പോൾ നോക്കിയിട്ട് ആ സാധനം വലിച്ചു കയറുന്നത്. ആരാണ്? ഈ മുനിസിപ്പാലിറ്റി സ്റ്റാഫ് വന്നിട്ട്. അപ്പൊ നമ്മളോട് ഒന്നല്ലെങ്കിൽ മുന്നേ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്താണ് സംഭവം പറയണം. ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒന്ന് വലിച്ചു കയറുകയാണ്. കേരളത്തിൽ മൊത്തം വെച്ചിട്ടുണ്ട്. ഇവര് സെപ്പറേറ്റ് പരാതി പോയിന്നാ പറഞ്ഞു. പരാതിക്കാരാണെന്ന് പോലും നമ്മുടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ കാണണമെങ്കിൽ നടപടി അവർ സ്വീകരിക്കണം. അത് നമുക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കേരളത്തിൽ മൊത്തം എടുക്കട്ടെ. കാരണം കേരളത്തിൽ മൊത്തം എടുക്കണം. കാരണം ഒരു മാസമാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. മറ്റുള്ള ഒരു പേപ്പറും കാര്യം വന്നാൽ അത് അയച്ചു മാറ്റാൻ ഒരാൾക്കും നേരില്ല, ഒരാൾ വരില്ല. ഇവിടെ എത്രയോ ആളുകളുടെ ബോർഡുകൾ വെക്കുന്നുണ്ട്, പരസ്യങ്ങൾ വെക്കുന്നുണ്ട്. അതിന് ആർക്കും കംപ്ലൈന്റ് ഇല്ല. ഞങ്ങൾ ചെറുപ്പക്കാർ പൈസ പിരിച്ചിട്ട് ഒരു ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ അത് അഴിക്കാൻ വരിക. അഴിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനൊന്നും അറിയിക്കണ്ടേ? ഞങ്ങൾ എത്ര പേര് പൈസ നോക്കിയിട്ട് സാധനം വെക്കുന്ന അറിയോ? നമുക്ക് അഴിക്കാൻ കാര്യങ്ങളൊക്കെ അറിയില്ല. ഏകദേശം എത്ര രൂപ വില മതിക്കുന്നതിന്? എല്ലാം കൂടി 3 കൂടി 19 ചെലവ് വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.